ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ഫിഷ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ റെസിപ്പിയിലേക്ക് പോകാം. ഇതിനായി തക്കാളി കട്ട് ചെയ്തു. ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചതച്ച് വെക്കാം. ഞാനിവിടെ ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് ഉലുവ ആഡ് ചെയ്യാം. ഉലുവ ആഡ് ചെയ്തു. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഒന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു നാടൻ റെസിപ്പിയാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാൻ ആഡ് ചെയ്തു. വെളുത്തുള്ളി ഇഞ്ചി മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. നന്നായി മൂത്ത് വന്നു. വെളുത്തുള്ളി ഇഞ്ചിയും അരച്ച് ചേർക്കുന്നതിലും നല്ലത് ഇങ്ങനെ ഇടിച്ച് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് കറിവേപ്പിലയും ആഡ് ചെയ്തിട്ടുണ്ട്. കറിവേപ്പില യൂസ് ചെയ്യുമ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ നന്നായി കഴുകി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് കെമിക്കൽ യൂസ് ചെയ്യുന്ന ഒരു ലീഫാണ് കറിവേപ്പില. കഴിയുന്നതും നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തുക. തക്കാളി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നല്ല ചൂടുള്ള ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. ഒരു അരമണിക്കൂർ മുമ്പേ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പിലയാണെങ്കിൽ. കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നന്നായി അതൊന്ന് വഴറ്റി വരുന്നതിന് മുമ്പ് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഞാനിവിടെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നന്നായി അരച്ച് റെഡിയാക്കി വെച്ച മാവാണ്. ഇതിൽ ഞാൻ തേങ്ങയും അരക്കപ്പ് ചോറും പിന്നെ പച്ചരിയുമാണ് ചേർത്തത്. ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ച് വെച്ചതാണ്. നമുക്ക് ദോശ ചുട്ടെടുക്കാം. ദോശയും മീൻകറിയും നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല നേർമൻ ദോശ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫിഷ് കറി എന്തായെന്നൊന്ന് നോക്കാം. ഞാൻ അതിലേക്ക് വെള്ളം ആഡ് ചെയ്തു. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം. ഉപ്പ് എപ്പോഴും ആവശ്യത്തിന് മാത്രം ആഡ് ചെയ്യാൻ ശ്രമിക്കുക. കുറഞ്ഞു പോയാൽ നമുക്ക് വീണ്ടും ഇടാം. കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി പതിച്ച് വരുന്ന നമ്മുടെ മീൻ കറിയിലേക്ക് നമുക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. പൂമീനെന്നും കണ്ട ഇതിൻ്റെ പേര് പറയുന്നത്. നല്ല ടേസ്റ്റുള്ള മീനാണ്. നേരത്തെ പുളിവെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് തക്കാളി ഇട്ടത് കൊണ്ട് പുളിയുടെ വെള്ളം ഞാൻ അത്ര കട്ടിയുള്ളതാക്കിയില്ല. നേർത്തിട്ടാണ് കലക്കി വെച്ചത്. നന്നായി പതിച്ച് വരുന്നുണ്ട്. ബാക്കിയുള്ള മീൻ കഷ്ണങ്ങളും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച പച്ചമുളകും കറിവേപ്പിലയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ദോശ ഇവിടെ റെഡിയാണ്. ദോശയും കൂട്ടി കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ കഴിക്കാത്തവർ ഒന്ന് കഴിച്ച് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. അധികം ആൾക്കാരും ചോറ്, ചപ്പാത്തി അതിനൊക്കെയാണ് മീൻ കറി കഴിക്കാറ്. നമ്മുടെ തലശ്ശേരി അങ്ങോട്ട് മീൻ കറി ദോശക്കും കഴിക്കും. നമുക്ക് കുറച്ച് എള്ളെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കറിയൊക്കെ ഒഴിച്ച്
നന്നായിട്ടൊന്ന് നല്ല മണമൊക്കെ വരുന്നുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഇതേപോലെ തന്നെ കഴിച്ച് നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ ബൈ. താങ്ക് യു.